തലമൂത്ത പൂന്താനം നമ്പൂതിരി മുതൽ മീനാക്ഷി എടുത്തിട്ട് വയറ്റിലെ ഇല്ലാത്ത ഭ്രൂണം വരെ പകച്ചു നിൽക്കുകയാണ്. ആരാ ചെക്കിന്റെ ബൈക്ക് ഈ പരുവത്തിലാക്കിയത്? താഴത്ത് വെച്ച പീനരിക്കും തലയിൽ വെച്ച ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച് അട്ടത്തെ കെട്ടിത്തൂക്കി ഓൻ പിടിച്ചു നിൽക്കുകയെന്ന്. സോറി, മാറിപ്പോയി, നേരെ തിരിച്ചാണ് പറയേണ്ടല്ലേ. അത് തലതിരിച്ച് ചോദിച്ചോളിട്ടാ. അത്രയ്ക്ക് ജീവനാണ് നമ്മളെ കലിപ്പന ബൈക്ക്. എല്ലാവരും താടയ്ക്ക് കായും കൊടുത്ത് നിൽക്കുമ്പോൾ ഗൗരിക്ക് അകത്ത് പോയി ഡിസ്കോ കളിക്കാൻ തോന്നി. പാവം കുട്ടി, ഇച്ചിരി ചുറ്റിക്കളി കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ദേവ് തലതിരിച്ച് പെണ്ണുങ്ങൾ നിൽക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കി. ദേവിൻ്റെ നോട്ടം തനിക്ക് നേരെ നീണ്ടു വരുന്നത് കണ്ടതും അമ്മയുടെ മറവിലേക്ക് മാറി നിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ മുകളിലേക്ക് നോക്കി. നട്ടുച്ചയ്ക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരിയിൽ അവൻ്റെ കണ്ണുകൾ ചെന്ന് പതിഞ്ഞു. അവനെ നോക്കാതെ അവൾ മാനത്തേക്ക് നോക്കി നിൽക്കാണ്. ഒരുമാതിരി വശപിശക്കൂടെയുള്ള ഗൗരിയുടെ പെരുമാറ്റം കണ്ട് ദേവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും അത് പുറത്തേക്ക് കാണിക്കാതെ അവൻ ഉണ്ണിക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു, എടാ, വേറെ ബൈക്ക് ഒപ്പിക്കാൻ പറ്റുമോ? ആ കവലയിലോട്ട് ചെന്നാൽ പിള്ളേരുണ്ടാവും അവിടെ, അതിലാരുടെയും എടുക്കാം. എന്നാൽ അങ്ങനെ ചെയ്യാം. ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചുകൊണ്ട് ദേവ് ഗൗരി ഒന്ന് ഇടങ്ങണിട്ട് നോക്കി. ഗൗരിയാണെങ്കിൽ പുരാതന കാലത്തെ തൂണിലും പിടിച്ച് ആർക്കിയോളജി റിസർച്ച് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. കേശവട്ടാ, ആ ബൈക്കൊന്ന് വെയിൽ കൊള്ളിച്ചേരും, ശരിക്കൊന്ന് ഉണങ്ങി പിടിക്കട്ടെ, ഞാൻ വന്നിട്ട് ഇടയ്ക്കൊണ്ട്. അതും പറഞ്ഞിരുവരും വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. കേശവേട്ടൻ ബൈക്കും തള്ളി പിറകു വശത്തേക്ക് നടന്നു നീങ്ങി. ബൈക്ക് നാശാക്കിയിട്ടും ഒന്നും മിണ്ടാതെ ദേവ് ശാന്തനായത് കണ്ടാണ് പൂന്താനം നമ്പൂതിരി അത്ഭുതപ്പെട്ടത്. അവനാകെ ഇഷ്ടം ആ ബൈക്കിനോടാണ്. വലിയൊരു യുദ്ധം ഒഴിഞ്ഞു മാറിയതിൻ്റെ ആശ്വാസത്തിലാണ് കേശവേട്ടൻ ഗൗരിക്ക് വേണ്ടി ഗോമാതാവിൻ്റെയും ഗോപിതാവിൻ്റെയും ഗോകുട്ടികളുടെയും പിന്നിലൂടെ വരുന്ന പച്ച നിറത്തിലുള്ള സാധനം കോരിക്കൊടുത്ത അയാളായിരുന്നു. അതും അവളുടെ ഒടുക്കത്തെ ശല്യം കാരണം. പോരാത്തിന് പണ്ട് കാണാതായ അടക്കച്ചാക്കിൻ്റെ പേരുള്ള ഉണക്ക ഭീഷണിയും. കട്ടിട്ടൊന്നില്ല, ചാക്ക് എങ്ങനെയോ അവളുടെ വീട്ടിലുണ്ടായിരുന്നു. 3 നേരം ആഹാരം തരുന്ന വീടിനോട് എങ്ങനെ നന്ദികേട് കാട്ടും? എന്നാലും നിന്റെ ബൈക്കിൽ ആരാ ചാണകം കോരി ഒഴിച്ചത്? പോകുന്നതിനിടെ ഉണ്ണി ദേവിനോട് ചോദിച്ചു. നിന്റെ പെങ്ങള് ആ തലരിച്ച സാധനം വീട്ടിലുണ്ടെങ്കിൽ ചെയ്തത് അവൾ തന്നെ. ദേവ് വിഷമായി കൊണ്ട് പറഞ്ഞു. ഗൗരി അങ്ങനെ ഒന്നും ചെയ്യില്ല കണ്ണ, അവളെ എനിക്ക് വിശ്വാസമാണ്. ഉവ്വ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അത് കാണുന്ന പോലെ ഒന്നല്ല ഉണ്ണിയെ, തനി വില്ലാളി വിരത്തിയാണ്. മുമ്പ് കിട്ടിയ സകല പണിയുടെ ഓർമ്മയിൽ ദേവ് ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞു. അതിന് ഉണ്ണി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അക്കരെ കാവിലെത്തി വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിടെയാണ് ഗൗരി പാലാഘോഷയിലുള്ള കാര്യം അവിടെയുള്ളവർ അറിയുന്നത്. അതോടെ അവിടെയുള്ളവർക്ക് അവളെ കാണാൻ കൊതിയായി. ആരവിൻ്റെ വീടാണ് അക്കരക്കാവിലുള്ളത്. അവൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കുമെല്ലാം അവരെ ഒത്തിരി ഇഷ്ടമെന്ന്. ചേച്ചി പ്രസവാനന്തര ശുശ്രൂഷയിലായതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരൽ അസാധ്യമായിരുന്നു. ഗൗരിയെയും ഭാഗ്യടത്തെയും ഓപ്പോളെയും ഇങ്ങോട്ട് വിടാമെന്ന് വാക്കുകൊടുത്ത് അവർ അവിടെ നിന്നും ഇറങ്ങി. തിരികെ ഇല്ലത്തെത്തുമ്പോൾ ദേവിനെ കാത്ത് പൂന്താനം ഇല്ലത്തിൽ നിന്നും ശിവയും അമ്മയും ഉണ്ടായിരുന്നു. പൂജകളെല്ലാം പകുതി എത്തിയിരിക്കുന്നു. 2 കൂട്ടരെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അവരോട് വരാൻ പറഞ്ഞത്. അമ്മയെ കണ്ടപാടെ ദേവ അത്ഭുതത്തോടെ നിന്നും. ശിവയാണെങ്കിൽ ഇളിച്ച് കാട്ടിക്കൊടുത്തു. കൂട്ടത്തിൽ വെടക്ക് ധാവണി തള്ളയെ മാത്രം കാണുന്നില്ല. കാണാതിരിക്കുന്നത് നല്ലത്, എൻ്റെ ബൈക്കിനെ ചാണകത്തിൽ കുളിപ്പിച്ചിട്ട്. രാവിലെ തന്നെ ഗൗരി അതിസുന്ദരിയായി നിൽക്കാണ്. ആരവിൻ്റെ കൂടെ അമ്മു ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. ഒപ്പം നമ്മളെ കുട്ടിത്തേവാങ്ങുണ്ട്. ധാവണിയെടുത്തിറങ്ങിയ ഗൗരിയെ മീനാക്ഷി തടഞ്ഞു വെച്ച് സെറ്റ് സാരി ഉടിപ്പിച്ചു. സ്കൈ ബ്ലൂ കളർ ബ്ലൗസും അതിലേക്ക് മാച്ചായ ഹെയർ പിന്നും കുപ്പിവളയും പൊട്ടും വെച്ച് സുന്ദരിയായിട്ടുണ്ട്. പോവാൻ റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടകശനി നടന്ന് ഇങ്ങനെ വരുന്നത്. കേശവേട്ടൻ കാറിൻ്റെ ഡോറും പിടിച്ച് നിൽക്കുകയാണ്. അവരെ കയറ്റാൻ മുല്ലപ്പൂവിൻ്റെ നീണ്ടു കിടക്കുന്ന അറ്റം മുന്നിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഗൗരി കണ്ടത് 32 കാട്ടി നിൽക്കുന്ന ദേവിനെയാണ്. ദേവി, ഇവരെന്താ ഇവിടെ? അവളും തിരിച്ചൊന്ന് ചിരിച്ചു കൊടുത്തു. പിറകിലേക്ക് നോക്കിക്കൊണ്ടവൾ പുറത്തിറങ്ങി. ഹലോ മാഡം, എൻ്റെ വണ്ടി കഴുകിയിട്ട് പോയാൽ മതി. ഇന്നലെ കോരി വെച്ചപ്പോൾ നല്ല രസമായിരുന്നല്ലോ, കഴുകി കളഞ്ഞിട്ട് പോയാൽ മതി. ഈ പ്രാവശ്യം ദേവ് അല്പം കലയോടെയാണ് പറഞ്ഞത്. ദേവി, പണിപ്പാളി, ഈ കുരിപ്പിങ്ങനെ ഞാനാണ് ചെയ്തെന്നറിഞ്ഞത്. ഈ കാലമാണ് എന്നെ നാണം കെടുത്തി കളയുന്ന തോന്നുന്നു. അവൾ ദേവിനെ വകവയ്ക്കാതെ കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ അവളെ മുന്നിൽ കയറി നിന്നവൻ കാറിന്റെ ഡോർ പിടിച്ച് വലിച്ചടിച്ചു. കേശവൻ നിന്ന് വിറയ്ക്കാണ്. ദേവ് രണ്ടും കൽപ്പിച്ചാണ്. അവൾ കാണുകെ ഇറയത്ത് നിന്ന് ഒരു ബക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് ദേവ് കേശവനോട് പറഞ്ഞു. കേശവട്ടാ, ഇതൊന്ന് ആ വണ്ടിമേൽ ഒഴുകിക്കളയും. എൻ്റെ ഈശ്വര, ഞാൻ തന്നെ ചെയ്യണു. ഗൗരിയും ദേവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ പരിങ്ങി നിന്നു. ദേഷ്യം കയറി ദേവ് തന്നെ ബക്കറ്റ് പിടിച്ച് കുറച്ച് ബുള്ളറ്റിലൊഴിച്ച് ബാക്കി അവളെ ഡ്രസ്സിലേക്ക് നീട്ടിയൊഴിച്ചു. വിട്ടുനിന്നും തെറിച്ചു വന്ന ചാണകം അപ്പാട് അവളെ മുഖത്തേക്കും ഡ്രസ്സിലേക്കുമായതും അവൾക്ക് അറപ്പ് വന്നു. ഓക്കാഞ്ച് വായിൽ പോയതൊക്കെ തുപ്പിക്കളഞ്ഞ് കണ്ണീര് കൊണ്ട് കണ്ണും കാണാൻ വയ്യാതായി. ബൈക്ക് കഴുകിയിട്ട് പോയാൽ മതി എന്നുള്ള അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ വന്ന് പതിയുന്നുണ്ടെങ്കിലും അവൾക്ക് തലയുയർത്താനേ കഴിഞ്ഞില്ല.
ആരൊക്കെയോ ദേവിന് ഉറക്കി വായിക്ക് പറയുന്നുണ്ട്. ദേവ് തിരിച്ചും ഉച്ചത്തിൽ പറയുന്നുണ്ട്, കഴുകടി, കള്ളക്കണ്ണീര് കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? നിനക്ക് എന്നെ പറ്റി ശരിക്കും അറിയില്ല. അവളെ കയ്യിൽ കോപ്പ ബലമായി കൊടുത്തിട്ട് അവൻ കൈയും കെട്ടി അവൾക്ക് മുന്നിൽ നിന്നു. കരഞ്ഞിട്ട് കാര്യമില്ല ഗൗരി, ഇത്രയും ആളുകൾ നോക്കി നിൽക്കുമ്പോൾ നിന്റെ തല കുനിയാൻ പാടില്ല. അതിജീവിക്കും നമ്മൾ. മനസ്സ് പോസിറ്റീവായി മന്ത്രിച്ചതും അവൾ മൂക്ക് വലിച്ചുകൊണ്ട് ചുറ്റും നോക്കി. എല്ലാവരും നിൽക്കുന്നു. അമ്മയുടെ മുഖത്ത് അതിയായ വിഷമം കണ്ടതും അവൾ അമ്മയെ നോക്കിന്ന് പുഞ്ചിരിച്ചു. കുമ്പിട്ടൊരു കോപ്പ് വെള്ളമെടുത്ത് ആദ്യം മുഖം നന്നായിട്ട് കഴുകി, എന്നിട്ട് മുടി വാരിക്കെട്ടി സാരിത്തുമ്പ് അരയിൽ തിരികെ ദേവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നല്ല അസൽ 916 ചിരി. ആദ്യ ബക്കറ്റ് മൊത്തം ബുള്ളറ്റിലേക്ക് കമത്തിയതും മോളെ ഞാൻ ഒഴിക്കാന്നും പറഞ്ഞ് കേശവട്ടം വന്നെങ്കിലും ദേവ് തടഞ്ഞു നിർത്തി. കുഞ്ഞുട്ടൻ ശ്വാസമടക്കി നിൽക്കുകയാണ്. ചേച്ചി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. കൊരച്ചിരിയാണ് കണ്ണട്ടിനെ നോക്കി ചിരിക്കുന്നത്. രണ്ടാമത്തെ ബക്കറ്റ് നിറച്ചുകൊണ്ട് വന്ന ദേവ് വലിയ ഗമയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അടുത്ത് വെച്ചിരുന്ന സോപ്പ് പൊടി കലക്കിയ ചെറിയ ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം കമത്തി ഗൗരി മെല്ലെ എടുത്ത് പൊന്തിച്ചു. ഒഴിക്കടി അങ്ങോട്ട്, ഇനി ഈ പരിപാടി മേല ഈ എടുക്കരുത്. അതും പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. അതിനു മുന്നേ സോപ്പ് ദേവിന്റെ ദേഹത്തൂടെ വിളിച്ചിറങ്ങി. ഡീ മഞ്ഞത്തവളെ, തോൻ എന്താടി ചെയ്തത്? അപ്രതീക്ഷിതമായി കണ്ണിലേക്കും മൂക്കിലേക്കും സോപ്പ് വെള്ളം കയറിയ ഷോക്കിൽ ദേവ് ചുമച്ചുകൊണ്ട് അവളോട് അലറി. കൈകൊണ്ട് മുഖം തുടച്ചപ്പോൾ കൂടുതൽ നീറി പുകഞ്ഞു. കൂവർക്കഴുതേ, ഇത്രയ്ക്ക് ബുദ്ധിയുള്ള ജീവിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്ലഡി റാസ്കൽ. ദേവിന് രോഷം അണപൊട്ടി ഒഴുകി. താൻ എന്താടോ എന്നെപ്പറ്റി കരുതിയേ? നീ അങ്ങ് ഉണ്ടാക്കി പേടിപ്പിച്ച് ഗൗരിയെ വരച്ച വരയിൽ നിർത്താന്ന് വിചാരിച്ചു. കപ്പ് താഴേക്ക് എറിഞ്ഞുകൊണ്ട് ഗൗരി അവന് നേരെ ചേറി. രണ്ടുപേരുടെയും കൊടുക്കൽ വാങ്ങൽ പ്രതിഭാസം കണ്ട് ചുറ്റുമുള്ളവർ കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇപ്പൊ പിടിച്ചു മാറ്റില്ലെങ്കിൽ രണ്ടിലോരം ജീവനിപ്പോ ഈ മണ്ണിലിപ്പോ പിടഞ്ഞു വീഴും. മോളെ, അമ്മിറത്തേക്ക് ഇറങ്ങി വന്ന് അവളെ വിളിച്ചു. പാവം അതാകെ പേടിച്ചിട്ടുണ്ട്. അച്ചമ്മയും ഉണ്ണിയുടെ അമ്മയും മീനാക്ഷിയും എല്ലാം അവളെ പ്രകടനം കണ്ട് തരിച്ചു നിൽക്കുകയാണ്. ഈശ്വര, വളർത്ത ദോഷമാണെന്ന് പറയിപ്പിക്കുകയും പെണ്ണ്. അതാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്മ ചിന്തിക്കുന്നത്. ഉണ്ണിയുടെ അച്ഛനെ നേരെ ഒരു പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദേവിന്റെ അച്ഛനും അദ്ദേഹത്തെ നോക്കി ഇവൾ തരക്കേടില്ലെന്ന മട്ടിൽ തലയാട്ടുന്നുണ്ട്. ശിവയാണെങ്കിൽ പണ്ടെങ്ങോണ്ടോ കേട്ട കഥകളിലെ വീരനായികയെ ഗൗരിയിൽ കാണുന്ന തിരക്കിലായിരുന്നു. ഗൗരിയുടെ മരങ്കേറിയ സ്വഭാവം നല്ലോണം ബോധിച്ച ഒരാളുണ്ടായിരുന്നു അവിടെ, ദേവിന്റെ അമ്മ. അവളുടെ അമ്മയുടെ വിഷമം കണ്ട് അവർക്ക് വല്ലാണ്ടായി. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും പഴയ അമ്മമാർക്കാണല്ലോ. മാത്രമല്ല ഇവിടെ തുടക്കം കുറിച്ചത് ദേവാണ്. അപ്പോ തെറ്റുകാരൻ അവൻ തന്നെയാണ്. കണ്ണാ, നീ അവളെ നേർക്ക് ചൂടാവൊന്നും വേണ്ട. ഒരു വഴിക്ക് പോകാൻ നിന്ന കുട്ടിയെ പിടിച്ച് ചാണകം കൂരി വെച്ചപ്പോൾ ഓർക്കണമായിരുന്നു. ഇതുവരെ കൊടുത്തല്ല ശീലം, ഇപ്പൊ വാങ്ങിയും തുടങ്ങിയോ? ശിവയും വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ദേവിന് കലി ഒന്നുകൂടെ കയറി. അവളെ നേർക്ക് കലിപ്പിൽ നോക്കി. അവനെല്ലാവരും നോക്കി നൽകിയ ഉടുമുണ്ട് അയച്ച മുഖത്തുരസി. കണ്ണുകൾ ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. സമയം ഇഴഞ്ഞു നീങ്ങുന്തോറും അവനിൽ ദേഷ്യം കത്തിയാളിക്കൊണ്ടിരുന്നു. അമ്മ കൂടെ തനിക്കെതിരെ സംസാരിച്ചപ്പോൾ ദേവിന് സമനില തെറ്റി. ദേവിന്റെ മാറ്റം കണ്ട് കുഞ്ഞിട്ട് ഗൗരിയെ വലിച്ചു അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ നിന്നിടത്തെന്ന് അനങ്ങിയത് പോലുമില്ല. ദേവിന്റെ അമ്മയും അവന്റെ ഭാവമാറ്റം കണ്ട് ഒന്ന് പതറാതെ നിന്നില്ല. ഇനി ഇവിടെ നിന്ന ദേവിന്റെ മറ്റൊരു രൂപം കാണേണ്ടി വരും. ഗൗരിയെ അവർ തന്നെ അനുനയിപ്പിച്ചു അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവൻ പകയോടെ നോക്കി നിന്നു. അച്ഛനും അവന്റെ അടുത്ത് ചെല്ലാൻ ഭയമുണ്ടായിരുന്നു. ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ അവൻ അച്ഛനെ കാണുന്നതേ വെറുപ്പാണ്. അതിനാൽ തന്നെ മുന്നിൽ നിൽക്കുന്ന കേശവനെ നോക്കി അദ്ദേഹം കണ്ണു കാണിച്ചു. എന്നാൽ കേശവൻ ദയനീയമായി അവരെ നോക്കി. വയസ്സാം കാലത്ത് എന്റെ കൈയും കാലും ചെക്കൻ ഒടിക്കും. എന്നാൽ അതിനൊന്നും ഇടവരുത്താതെ ദേവ് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി നോക്കി. ബുള്ളറ്റ് തള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയി. ഗൗരിയാണെങ്കിൽ അതിലേറെ ദേഷ്യത്തിലായിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അവൻ അതിക്രമിച്ചിരിക്കുന്നത്. സോപ്പ് വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി. തലമണ്ടടിച്ച് പൊട്ടിക്കേണ്ടാണ് വേണ്ടത്. കുളത്തിൽ കൊണ്ടുപോയി അമ്മ അവളെ മുക്കി താഴ്ത്തി. യാതൊന്നും അവൾ അറിഞ്ഞതേയില്ല. മനസ്സ് മുറിവേറ്റിരിക്കുന്നു. സങ്കടം ആവോളമുണ്ട്. കണ്ണുകളെ അവൾ വിലങ്ങി വെച്ചിരിക്കുന്നു. എന്തിനാ മോൾ അവനോട് തറുതല പറയാൻ പോകുന്നത്? ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടുപാട് സംഭവിക്കുന്ന ഇലയ്ക്ക് തന്നെയാണ്. മോള്, ഈ അമ്മ പറയുന്നത് കേക്ക്. എൻ്റെ വളർത്തു ദോഷമാണെന്ന് എല്ലാവരും പറയും. ഉണ്ണിയോട് പറഞ്ഞ് ഇന്ന് തന്നെ പോകണം. ഒരിത്തിരി മനസ്സമാധാനം നീ തരില്ല ഈശ്വര. സാരി തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പിക്കൊണ്ട് അവളെ ഒരുവിധം നേരെയാക്കി എടുത്തു. ചെവിയുടെ അരികിൽ പോലും ചാണകം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ സെറ്റുമുണ്ട് വൃത്തിയാക്കിയിട്ടും ഒരു തൃപ്തി കിട്ടാഞ്ഞിട്ട് മീനാക്ഷി അതെടുത്ത് പുറത്തേക്കിട്ടു. വേറെ എത്ര എണ്ണുണ്ട്, അത് പോവെങ്കിൽ പോട്ടെ. ഉണ്ണിയുടെ അമ്മയും അത് ശരിവെച്ചു. രണ്ടും കൂടെ മന കത്തിക്കും എന്ന പേടിയായിരുന്നു ദേവിൻ്റെ അച്ഛന്. പൂജ തീരും വരെ ഇവറ്റകളെ രണ്ടിനെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ തമ്മിൽ തല്ലിച്ചാവും. എത്ര ശ്രമിച്ചിട്ടും ദേവിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. നീ എന്തിനാണ് എൻ്റെ പിറകെ കൂടിയിരിക്കുന്നത്? കണ്ടത് മുതൽ ദ്രോഹം മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് നീ എന്നെ അപമാനിച്ചത്.
ദേവ് ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. ഇവിടെ തുടർന്നാൽ ഇനിയും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. ഇതിനൊരു അന്ത്യം ഞാൻ തന്നെ കാണേണ്ടി വരും. ഈ നാറിയ പൂജ കഴിയും വരെ എനിക്കിവിടെയും വിട്ട് പോകാനും പറ്റില്ല. അവളുടെ തലതിരിച്ച സ്വഭാവം കാരണം എല്ലാവരുടെ മുന്നിലും നാണം കിട്ടും. ബുള്ളറ്റ് കൈകൊണ്ട് അവൻ കുളത്തിലേക്ക് നടന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നു അവൻ റൂമിലേക്ക് നടന്നു. മേശവലിപ്പിൽ സൂക്ഷിച്ചു വച്ചിരുന്ന സിഗരറ്റ് ഒരെണ്ണം പുകച്ചു നടന്നതൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നു. രാവിലത്തെ ക്ഷീണത്തിൽ ഒന്ന് ഇറങ്ങി എണീക്കുമ്പോൾ ഗൗരി കണ്ടത് ചിരിച്ചും കരഞ്ഞും ഇരിക്കുന്ന ആരവിനെയും ഉണ്ണിയെയുമാണ്. എന്നാലും ദേവിനെങ്ങനെ മലർത്തി അടിച്ചു? അതുള്ള ശേഷിയൊക്കെ നിനക്കുണ്ടോ പെങ്ങളെ? അത് കഴിഞ്ഞിട്ട് ദേവ് ഇത്രയും നേരമായിട്ടും പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞവർ പൊട്ടിച്ചിരിച്ചു. കൊരച്ചിരിയാണ് ആ ചിരിക്കുന്നത്. ആ കാലമാടൻ എനിക്കെതിരെ തിരിയും എന്ന കാര്യുറപ്പാണ്. ദേവി കാത്തോണി പാവം കുട്ടിയെ കണ്ടാൽ പച്ച പാവമാണ്, പക്ഷെ കയ്യിലിരിപ്പ് മഹാമോശമാണ്. ദേവിനെ പറ്റിയല്ല, ഗൗരിയെ പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഗൗരിയുടെ മുന്നിൽ തോറ്റുപോയ ദേഷ്യത്തിൽ ദേവ് രാത്രി വരെ പുറത്തിറങ്ങില്ല. അവൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അച്ഛനോ അമ്മയോ ശിവയോ ഉണ്ണിയോ ഒന്നും അവനെ വിളിക്കാൻ ചെന്നതുമില്ല. രാവേറെ ചെന്നതും അവൻ ആരും കാണാതെ പുറത്തിറങ്ങി മെല്ലെ ബുള്ളറ്റ് തള്ളി പുറത്തേക്ക് നടന്നു. പിറ്റേ നേരം പുലർന്നത് ദേവിൻ്റെ തിരോധാന വാർത്തയുമായിട്ടായിരുന്നു. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരവുമില്ല. പൂമുഖത്ത് ചർച്ചകൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദേവിൻ്റെ അമ്മയുടെയും മീനാക്ഷിയുടെയും മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം കണ്ട ഗൗരിയുടെ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നി. അവർ തങ്ങളിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഉണ്ണിയോട് പറഞ്ഞു പോവാനായാണ് അവർ അവനെയും തിരിഞ്ഞു റൂമിലെത്തിയത്. എന്നാൽ അവർ കണ്ടത് സങ്കടത്തോടെ ഇരിക്കുന്ന ഉണ്ണിയെയാണ്. കാര്യം അന്വേഷിക്കാതെ അവർ പോകുന്ന കാര്യം പറഞ്ഞു തീർന്നതും ഉണ്ണി തലയുയർത്തി, ഭാഗ്യെടുത്തി, നിങ്ങളിപ്പോൾ പോവണ്ട. സ്വരത്തിൽ ഒരു ഇടർച്ച തോന്നിയത് കൊണ്ടാവും ഗൗരിയുടെ അമ്മ അവനടുത്ത് വന്നിരുന്നു. എന്താടാ ഉണ്ണി, നിങ്ങളെല്ലാവരും മുന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ടോ? അതോ എന്നെ തോന്നലാണോ? പാതി ചാരി വെച്ച വാതിലേക്ക് ഒന്ന് നോക്കി അവൻ സങ്കടത്തോട് ഭാഗ്യയുടെ മുഖത്തേക്ക് നോക്കി. ചങ്ക് പൊട്ടിത്തകർന്ന വേദന ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന മുഖം ശാന്തമാകാൻ ശ്രമിക്കുന്ന അവനെ കണ്ടതും അവരുടെ കണ്ണുകൾ ഇടുങ്ങി. അണിയറയിൽ ആലോചനകളും അഭിപ്രായങ്ങളും തകൃതിയിൽ നടക്കുന്നു. ദേവിനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പൂന്താനത്തേക്ക് വിളിക്കുമ്പോൾ ദേവ് അവിടെ എത്തിയില്ലെന്ന് ശങ്കരമാമ പറഞ്ഞു. പോവാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ദേവിനെ അന്വേഷിച്ചു. ഉണ്ണിയും തിരുമേനയും ആളെ അയച്ചെങ്കിലും ദേവിനെ പറ്റി വിവരമൊന്നും കിട്ടിയില്ല. ഉടുത്തിരുന്ന വസ്ത്രവും ബൈക്കും മാത്രമാണ് ദേവ് കൊണ്ടുപോയിരുന്നത്. ഫോണും പേഴ്സും ഒന്നും കൊണ്ടുപോയിരുന്നില്ല എന്ന് അവൻ കിടന്ന റൂം പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ദേവ് എങ്ങോട്ട് പോയി എന്നറിയാതെ എല്ലാവരും വിഷമിച്ചു. അവനെ കാണാത്തതിൽ ഗൗരിക്കും ചെറിയൊരു സങ്കടം തോന്നി. താൻ ചെയ്തതിൽ മനസ്സ് വിഷമിച്ചു എന്നുള്ള ചോദ്യം അവളിൽ ഉടലെടുത്തു. ഇതുവരെ ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്തു പോയി. എന്തെന്നറിയാതെ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു. മനയിലുള്ള തലമൂത്തംഗങ്ങളെ ആശങ്കയിലാത്തിയത് ജീവ ചെയ്യേണ്ട ക്രിയകളെ പറ്റിയായിരുന്നു. പൂജ തുടങ്ങി ഇന്ന് പകുതി ദിനങ്ങൾ പിന്നിടുകയാണ്. ഇനി അങ്ങോട്ട് ദേവും കൂടെ വേണം കർമ്മങ്ങൾ ചെയ്യാൻ. ഇത്രയും ദിവസം ഗൗരി ചെയ്തിരുന്നെല്ലാം ദേവ് വരാതിരുന്നാൽ ഫലമില്ലാതായി പോവും. പക്ഷെ ദേവ് എവിടെ? പൂന്താനം തിരുമയുടെ നിർദ്ദേശപ്രകാരം ഉണ്ണിയും അച്ഛനും തിരുമയുടെ സുഹൃത്തായ അയ്യപ്പ കോവിലെ പ്രസിദ്ധമായ നമ്പൂതിരിയുടെ അടുത്തേക്ക് ചെന്നു. തിരക്ക് മൂലം കുറേ സമയം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും അവരെ തിരിച്ചറിഞ്ഞ സഹായി നമ്പൂതിരിയുടെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിട്ടു. പ്രശ്നങ്ങളെല്ലാം തിരുമേനി വിളിച്ചു പറഞ്ഞു കൊടുത്തു. പക്ഷേ എല്ലാം ദൈവനിശ്ചയം എന്ന മറുപടി മാത്രമാണ് അവർക്ക് അദ്ദേഹത്തിനടുക്കൽ നിന്ന് കിട്ടിയത്. 3 ദിവസത്തിനുള്ളിൽ അവന്തികയെ നിഗ്രഹിക്കാനായില്ലെങ്കിൽ ഗൗരിയുടെ മരണം ഉറപ്പിക്കാം എന്ന് കൂടെ അദ്ദേഹം പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇരുവരും തളർന്നു. തിരികെ നാഗലോകത്തേക്ക് മടങ്ങാൻ സമയമാകുമ്പോൾ നാഗങ്ങളുടെ ശക്തി ക്ഷയിക്കുമത്രേ. അപ്പോൾ മാത്രമേ അവന്തിക എന്ന അത്യുഗ്ര വിഷമുള്ള സർപ്പത്തെ പിഴിച്ച് കെട്ടാനാവൂ. പരിഹാരക്രിയകൾ എന്തെങ്കിലും? തളർന്ന സ്വരത്തോടെ ഉണ്ണി അദ്ദേഹത്തോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പരിഹാരം ദേവ് മാത്രമാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എങ്കിലും ഒരു സമാധാനത്തിന് ചോദിച്ചതാണ്. പ്രാർത്ഥന, അത് മാത്രമാണ് ഗൗരിയുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയുള്ള 3 ദിവസങ്ങളിൽ ദേവ് മടങ്ങി വന്ന് പൂജ ചെയ്യുകയാണെങ്കിൽ അവൾ രക്ഷപ്പെട്ടേക്കാം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആ കുട്ടിക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൊന്ന് ആലോചിക്കട്ടെ. അതും പറഞ്ഞ് നമ്പൂതിരി അടുത്ത ഹാളിലേക്ക് തിരിഞ്ഞു. ഉണ്ണി കൊടുത്ത 500ന്റെ നോട്ട് അവനെ നോക്കി പെട്ടിയിൽ കിടന്ന് കൊഞ്ഞനം കുത്തി. താൻ ചെയ്തത് താൻ തന്നെ അനുഭവിക്കും. പണ്ടാരോ പറഞ്ഞ പഴമൊഴി ഒരു നിമിഷം അവൻ ഓർത്തെടുത്തു. തലയ്ക്ക് കൈ കൊടുത്ത് കസേരയിലിരിക്കുന്ന അച്ഛനെ കണ്ട് അവൻ അല്പം പോലും സങ്കടം തോന്നിയില്ല. പകരം ഒരു തരം ദേഷ്യം അവനുള്ളിൽ തികട്ടി വന്നു. അച്ഛൻ്റെ കൈയും പിടിച്ച് തിരികെ കാറിൽ വന്ന് കയറുമ്പോൾ ഉണ്ണി തീർത്തും അവനല്ലാതായി മാറിക്കഴിഞ്ഞിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആരവിന് അവൻ്റെ മുഖം കണ്ട് പ്രതീക്ഷയേകുന്ന ഒന്നും കണിയാരിൽ നിന്നും കിട്ടില്ലെന്ന് മനസ്സിലായി.
അവനൊന്നും ചോദിച്ചതേയില്ല. വഴിയിലൂടെ നീളം 3 പേര് നിശബ്ദമായിരുന്നു. എങ്കിലും തക്കതായ കാരണമില്ലാതെ ദേവ് പോകില്ലെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. ദേവ് വരും, ഇതിനെല്ലാം അവൻ പരിഹാരമുണ്ടാക്കും എന്ന വിശ്വാസത്തോടെ അവർ മനയിലേക്ക് ചെന്ന് കയറി. ശിവയുമായി ഗൗരി നല്ല കൂട്ടായി. എല്ലാവരും ഉള്ളിൽ ആന്തലോടെ നടക്കുമ്പോൾ ഗൗരിയും ശിവയും കുഞ്ഞിട്ടനും മാത്രം മുറ്റത്തും മാവിൻ ചുട്ടിരുന്ന സമയം ചിലവഴിച്ചു. അന്നത്തെ ദിവസം ഉണ്ണാതെയും ഉറങ്ങാതെയും മനയിലുള്ളവർ കഴിഞ്ഞു കൂട്ടി. ദേവ് ഇങ്ങനെ പറയാതെ യാത്രകൾ പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരുമെന്ന വിശ്വാസം അവൻ്റെ അമ്മയ്ക്കുള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ ഭയം തെങ്ങി നിറഞ്ഞിരുന്നു. കാരണം ഇത് ജീവൻ വെച്ചുള്ള കളിയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പാവം കൂടെ താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അവന്തിയെ നിഗ്രഹിക്കാനുള്ള പൂജയാണ് എന്നറിഞ്ഞു പോയതാണോ എന്ന ചിന്ത അവരെ ഭയത്തിലേക്കാണ് എത്തിച്ചിരുന്നത്. ശിവയെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അത്ര ഗൗരവത്തിലെടുത്തില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ സത്യമാവുമോ? നെവർ. എല്ലാം വെറും തോന്നൽ മാത്രം. അതാണ് ശിവയുടെ വാദം. ശാസ്ത്രമെല്ലാം ഒത്തിരി വളർന്നു. ഇതെല്ലാം ആരും കെട്ടിച്ചമച്ച പഴങ്കഥകളാണമ്മേ. ഏട്ടനിങ്ങനെ എവിടേക്കൊക്കെ പോവാറുണ്ട്, നമ്മൾ പോയി വന്നിട്ടില്ല അറിയാറ്. തന്നെ സമാധാനിപ്പിക്കാൻ ശിവ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ് ഈ അമ്മയ്ക്ക് ഇഷ്ടം. ദേവ് വരും, അവൻ തൻ്റെ മനസ്സിനെ പറഞ്ഞു ആശ്വസിപ്പിച്ചു. പതിവ് പോലെ രാത്രി പൂജയ്ക്ക് ഇറങ്ങിയതായിരുന്നു ഗൗരി. വടക്കിന് ഭാഗത്തിലൂടെ താലവും പിടിച്ചിറങ്ങിയ ഗൗരിയിൽ കാൽപാദം മണ്ണിൽ പതഞ്ഞതും പൊടുന്നനെ കൂരിട്ടിൽ ആയിന്നിറങ്ങിയ പ്രകൃതിയെ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ദേവി, മിന്നലോ! ഒരു നിമിഷം ചുറ്റും നോക്കിക്കൊണ്ട് ഗൗരി ഒരു ആത്മകഥം പറഞ്ഞു. താലത്തിൽ നിന്നും ഒരു കൈവിട്ട് അവൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ചാറ്റൽ മഴ ഉണ്ടല്ലോ, മീനാക്ഷി ഏട്ടത്തിയോട് കുടയെടുക്കാൻ പറയാം. അടഞ്ഞു കിടക്കുന്ന അടുക്കള വാതിലേക്ക് ഒന്ന് നോക്കി അവൾ മുകളിലേക്ക് ഒന്ന് നോക്കി. മുകളിൽ നിന്നും വേരറ്റു വീണ കുഞ്ഞു മഴത്തുള്ളികൾ അവളെ നെറ്റിയിൽ വന്ന് മുത്തമിട്ടു. ഒരു നിമിഷം കണ്ണുകളടച്ചു. മഴത്തുള്ളിയെ വരവേറ്റെങ്കിലും താലത്തിൽ പൊതിഞ്ഞു വെച്ച സിന്ദൂരത്തിലേക്ക് വെള്ളം നനയുമെന്ന ചിന്ത വന്നതോടെ അവൾ കണ്ണുകൾ തുറന്നു. അരിമുല്ലയുടെ സുഗന്ധം അവിടെങ്ങും പരന്നിരുന്നു. കുട്ടി, മഴ കൊണ്ട് പനി പിടിപ്പിക്കല്ലേ. പിറകിൽ നിന്ന് മീനാക്ഷി സ്നേഹത്തോടെ ശാസിക്കുമ്പോൾ അവൾ മഴത്തുള്ളികളെ അവർക്ക് നേരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പുഞ്ചിരി. വേഗം പോയി വന്നോളൂട്ടോ, മഴ കൂടിച്ച കുട്ടി അവിടെ കുടുങ്ങും. ദാ വരുന്നു എന്നും പറഞ്ഞ് ഗൗരി ഇറങ്ങിയതും കറണ്ട് പോയത് ഒരുമിച്ചായിരുന്നു. മോളെ എന്നുള്ള മീനാക്ഷിയുടെ വിളിക്ക് തിരിഞ്ഞു മറുപടി ഓതും മുന്നേ വാഴവിൽ എന്തോ ചുവറ്റുന്ന പോലെ ഗൗരിക്ക് തോന്നി. ആ! സെക്കൻഡുകൾക്കുള്ളിൽ അവൾ നിലത്തേക്ക് പതിച്ചു. ഗൗരി മോളെ! അവിടെ അലർച്ച കിട്ട മീനാക്ഷി വെപ്രാളത്തോട് അവളെ വിളിച്ചു. കയ്യിലെ താലവും കുടയും ഗൗരിയുടെ കയ്യിൽ നിന്നും അടിയുടെ ശക്തിയിൽ ഊർന്നിറങ്ങി. തല കറങ്ങുന്നു. കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും കൺപോളുകൾ കുഴഞ്ഞു പോയിരുന്നു. തലയിലേറ്റ പ്രഹരത്തിന് അനന്തരഫലമെന്നോണം കൊഴുത്ത കറുത്ത രക്തം ചെവിക്ക് പുറകിലോട് ചാലിട്ടൊഴുകി. വായിൽ വെള്ളം വറ്റി നാവ് കുഴഞ്ഞു. അവൾ താഴേക്ക് വീണു. അകത്തുനിന്നും മീനാക്ഷിയുടെ കരച്ചിൽ കേട്ട് ആളുകൾ എത്തിയപ്പോഴേക്കും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് മീനാക്ഷിക്ക് ഒത്തും പിടിയും കിട്ടിയില്ല. കറണ്ട് പോയത് മാത്രം അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നാലെ ഗൗരിയുടെ നിലവിളി കേട്ടപ്പോൾ ഇത്രയ്ക്കും സംഭവിച്ചു കാണുമെന്ന് അവരും ചിന്തിച്ചിരുന്നില്ല. നാഗത്തിന്റെ ചിന്ത മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് സർപ്പദോഷനും ഏറ്റു എന്നാണ് അവരാദ്യം വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഗൗരിയുടെ അമ്മ വിളക്കുമായി ഓടി വന്നപ്പോഴേക്കും അവർ അവളുടെ കാലുകളാണ് ആദ്യം നോക്കിയത്. ബോധമറ്റ് കിടക്കുന്ന അവളെ വാരിയെടുത്ത് മടിയിൽ കിടത്തി നിലവിളിക്കുമ്പോഴാണ് കൈകളിൽ പുരണ്ട ചോര അവർ കാണുന്നത്. അരണ്ട വെളിച്ചത്തിൽ കൈക്കുള്ളിലേക്ക് നോക്കി അവർ കിതച്ചു. വല്യേട്ടാന്ന് വിളിച്ച് മീനാക്ഷി അകത്തേക്ക് ഭയത്തോടു ഓടി കയറി. ഈശ്വര, എൻ്റെ കുട്ടി! അണപ്പൊട്ടി ഒഴുകിയ കണ്ണീര് പിടിച്ചു നിർത്താനാവാതെ അവർ തേങ്ങിക്കൊണ്ട് അവളെ കവളിൽ തലോടിക്കൊണ്ടിരുന്നു. എന്ത് പരീക്ഷണമാണിത്! പാവം, എൻ്റെ കുട്ടീനൊരു ആപത്തും കൂടാതെ കാത്തുരക്ഷിക്കണം. ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഏകനയാണ് എൻ്റെ മോൾ. മനസ്സിൽ പൊട്ടി അവർ ദൈവത്തോട് അവൾക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.